പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജംഷഡ്പൂർ FCയോട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ പാളിച്ചയിൽ നിന്നുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ ഗോൾ വഴങ്ങിയത് എന്ന് ഇന്ന് മത്സരം കണ്ട എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അറിയാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ഇന്നത്തെ മത്സരത്തിലും അപ്പാടെ താളം തെറ്റിയൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മിഗായിൽ സാറെ പുറത്തുപോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ വീണ്ടും ഒരു പരാജയമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഏകദേശം അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി ഈ സീസണിൽ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ജംഷഡ്പൂർ ഈ വിജയത്തോടു കൂടി ഇപ്പോൾ അവർ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ അസ്തമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് 2025 ജനുവരി 5ാം തീയതി അടുത്ത ഞായറാഴ്ച പഞ്ചാബിനെതിരെയാണ്. ആ മത്സരത്തിലെങ്കിലും ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 2024 മനോഹരമായി തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതിയ ബ്ലാസ്റ്റേഴ്സിന് ഒരു ദുഃഖം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു തീരാ ദുഃഖം തന്നെയാണ് 2024 അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും തേടിയെത്തുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഇപ്പോൾ കാത്തിരിക്കുകയാണ്.